പൊരുതുന്ന ഫലസ്തീൻ്റെ പടനായകൻ ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ കുറച്ചായി. അതിൻ്റെ അന്വേഷണം എങ്ങും എത്താതെ മുന്നോട്ട് പോവുകയാണ്. ചില ഏജൻസികൾ പറയുന്നത് ഇദ്ദേഹം താമസിച്ചിരുന്ന മുറിയിൽ മൊസാദ് ബോംബ് വച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ്. പക്ഷേ ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ പറയുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന മുറിക്ക് പുറത്ത് നിന്ന് എന്തോ പ്രൊജക്റ്റിൽ ഉപയോഗിച്ച് അകത്ത് സ്ഫോടനം നടത്തുകയും അദ്ദേഹത്തെ വകവരുത്തുകയും ചെയ്തു എന്നാണ്. രണ്ടായാലും ഇസ്മായിൽ ഹനിയ മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജന്മസ്ഥലമായ ഗസയിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഖത്തറിലേക്ക് കൊണ്ടുപോയി അവിടെ അടക്കം ചെയ്യുകയും ചെയ്തു എന്നാണ് പത്രത്തിൽ വായിച്ചത്. മാധ്യമം പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഖത്തറിലെ പൗരാവലി അദ്ദേഹത്തിന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി എന്നാണ്. അത് ഈ ഹൃദ്യമായ യാത്രയയപ്പ് എന്ന് വായിച്ച് സത്യമായി ചിരിച്ചുപോയി. ഈ അക്ഷരാഭ്യാസമില്ലാത്ത ആൾക്കാർ പണ്ട് കോഴിക്കോട്ടെ മറ്റ് ചില പത്രങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ മാധ്യമത്തിലും അതുപോലുള്ള ആൾക്കാരായി എന്ന് മനസ്സിലായി. ഹൃദ്യമായ വരവേൽപ്പ്, ഹൃദയംഗമമായ വരവേൽപ്പ്, ഊഷ്മളമായ വരവേൽപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് സ്നേഹമുള്ള ആളുകൾ തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത്, അല്ലെങ്കിൽ കാണാൻ വരുമ്പോഴാണ് പറയുന്നത്. മരിച്ചുപോയ ഒരാളെ മണ്ണിൽ അടക്കം ചെയ്യുമ്പോൾ ഹൃദ്യമായ യാത്രയയപ്പ് എന്നൊക്കെ എഴുതാനായിട്ട് ഇന്നിപ്പോൾ മാധ്യമത്തിന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം അത്രയും വലിയ ഭാഷാ പണ്ഡിതന്മാരാണ് ഇപ്പോൾ പത്രം നടത്തുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തമാശകളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത് ഈ ഹനിയയെക്കുറിച്ചാണ്. ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാക്കന്മാരടക്കം പറഞ്ഞത് തിരിച്ചടി ഉടനെ ഉണ്ടാകും എന്നാണ്. പക്ഷേ അടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ ഉന്നം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നടിക്കും, നാളടിക്കും, മറ്റന്നാളടിക്കും എന്ന് സത്യം പറഞ്ഞാൽ മീഡിയ വൺ ചാനൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ചില അച്ചടി പത്രങ്ങളും പ്രവചിക്കാൻ തുടങ്ങി. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ നിരാശരായി. ഇറാൻ്റെ അടി വരുന്നില്ല. ഇറാൻ ഹൂതികളുമായിട്ടും ഹിസ്ബുള്ളയുമായിട്ടും കൂടി ആലോചിക്കുകയാണ്. പിന്നെ റഷ്യയിൽ നിന്ന് വലിയ പിന്തുണ കിട്ടും. പിന്നെ തുർക്കിയുടെ ആത്മീയ പിന്തുണ വേറെയുമുണ്ട്. അപ്പോൾ ഇത്തരം ശക്തികളെല്ലാം കൂടി ഒത്തൊരുമിപ്പിച്ച് ഒരു വലിയ മഹാശക്തിയായിട്ട് ഇസ്രായേലിനെ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കോഴിക്കോട്ട് നിന്ന് മാധ്യമത്തിൻ്റെ മീഡിയ വണ്ടി പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അവർക്ക് തന്നെ സംശയമുണ്ട്. സ്വന്തം പ്രസിഡൻറ്റിനെ വിമാനാപകടത്തിൽ അപായപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഇറാൻ എവിടെ നിന്നോ വന്ന ഒരു ഹമാസുകാരന് വേണ്ടിയിട്ട് അവനവൻ്റെ രാജ്യത്തെയും അവനവൻ്റെ ആരോഗ്യത്തെയും തന്നെ ആശങ്കയിലാക്കിക്കൊണ്ട് അത് തന്നെ അപായപ്പെടുത്തിക്കൊണ്ട് ഒരു തിരിച്ചടിക്ക് മുതിരുമോ? അതും ഈ തിരിച്ചടി എന്ന് പറയുന്നത് ആലങ്കാരികവും അതുപോലെ പ്രതീകാത്മകവുമായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് പോലും സംശയം. ഏതായാലും ഈ കൊല്ലപ്പെട്ട ഹനിയയുടെ സ്ഥാനത്ത് പുതിയ പോരാളിയെ, പുതിയ തലവനെ ഹമാസുകാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം യഹിയ സിൻവാർ എന്ന് പറഞ്ഞ ഒരു വലിയ പോരാളിയാണ്. ഇസ്മായിൽ ഹനിയെ പോലെ കൂടിയാലോചന വിദഗ്ധനല്ല. അദ്ദേഹം ചർച്ചയ്ക്ക് പോകുന്ന ആളല്ല, നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. ഒക്ടോബർ 7 മുതൽക്ക് ഗസയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തോട് അനവരതം പോരാടുന്ന ഒരു വലിയ പോരാളിയാണ്, പടത്തലവനാണ് യഹിയ സിൻവാർ. അപ്പോൾ സിൻവാറിൻ്റെ വരവോട്ട് ഹമാസ് മൊത്തത്തിൽ ഉത്സാഹഭരിതരായിട്ട്, ഊർജ്ജസ്വലരായിട്ട് അവർ വലിയ ഉത്സാഹത്തോടെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് എന്നാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് അൽ ജസീറയും കോഴിക്കോട്ട് നിന്ന് മീഡിയ വൺ ചാനൽ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഇസ്രായേലിൻ്റെ ആപ്പീസ് പൂട്ടി, മിക്കവാറും നെതന്യാഹു നാടുവിട്ട് പോകും എന്നാണ് ഇവിടുത്തെ ചില ഓൺലൈൻ ചാനലുകാർ പറയുന്നത്. ഏതായാലും നെതന്യാഹു പോകില്ല എന്നുള്ളതല്ല, സിൻവാർ എത്ര നാളുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം. ഈ സിൻവാറിൻ്റെ തലയ്ക്ക് വില വച്ചിട്ടുള്ളത് ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യുദ്ധം കൊഴുക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് റഷ്യ ഇടപെടും എന്ന കിംവദന്തി ചില ചാനലുകാർ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അമേരിക്കയുടെ സാന്നിധ്യം വളരെ വ്യക്തമാണ്. മാത്രമല്ല ഇറാൻ എന്തെങ്കിലും ഒരു വെടി പൊട്ടിച്ചാൽ അമേരിക്ക ഇടപെടും. കാരണം അമേരിക്കയുടെ 1-ാം നമ്പർ ശത്രു ഇറാനാണ്, അല്ലാണ്ട് ഹമാസല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക മറുഭാഗത്ത് നിൽക്കുന്നു. അമേരിക്കയുടെ പടക്കപ്പലുകൾ മധ്യധരണ്യാഴികൾ നേരത്തെ തന്നെ ഉണ്ട്, ഇപ്പോൾ ചെങ്കടലിൻ്റെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, പേഴ്ഷ്യൻ ഗൾഫിലേക്ക് പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഏതായാലും സിൻവാർ വന്നതിൻ്റെ തൊട്ട് പുറകെ ഇസ്രായേൽ ബോംബാക്രമണം കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങളിലാണ് കൂടുതലും ബോംബ് വന്ന് വീഴുന്നത്. ഒറ്റപ്പൊട്ടിന് 100 പേര് ഒക്കെയാണ് മരിക്കുന്നത്. മരണസംഖ്യ ഏതാണ്ട് 40,000 കടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 40,000 ആളുകൾ മരിച്ചു. അതിൽ 90% തികച്ചും നിരപരാധികളാണ്, സ്ത്രീകളും കുട്ടികളും പ്രായമായ ആൾക്കാരുമാണ്. 10% ഹമാസുകാരും അവരുടെ അനുയായികളും അനുഭാവികളും സഹയാത്രികരുമായിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെ വലിയ മനുഷ്യ നരമേധത്തിൽ നിന്ന് നരമേധത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിനെ നിയന്ത്രിക്കാനും ആരുമില്ല, ഹമാസിനോട് ആയുധം താഴെ വയ്ക്കാൻ പറയാനും ആരുമില്ല. ഇവിടെയുള്ള ചില ആളുകൾ ഇതിൽ വലിയ ഉത്സാഹം കൊണ്ട് ഇതാ യുദ്ധം നാളെ കഴിയും, മറ്റന്നാൾ കഴിയും, ഇതോടുകൂടി ഇസ്രായേലിൻ്റെ പണി തീരും എന്നൊരു വിഭാഗക്കാർ, ഇതോടുകൂടി ഹമാസിൻ്റെ കത്തിക്കൽ കഴിയും എന്ന് വേറൊരു വിഭാഗക്കാർ. ഈ സംഭവം ഇവിടെ എനിക്കോട് കേരളത്തിലല്ലാതെ ഒരു സ്ഥലത്തും ആളുകൾ ഈ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ദേശീയ പത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹമാസും ഇസ്രായേലും ഒക്കെ അഗണ്യ കോടിയിലേക്ക് തള്ളപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. മനോരമയിൽ പോലും വലിയ വാർത്തയിലുണ്ടേ ഈ പാലസ്തീനിലെ ആക്രമണം. അപ്പോൾ ഇതിൻ്റെ ന്യൂസ് വാല്യൂ വല്ലാതെ കുറഞ്ഞു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ന്യൂസ് വാല്യൂ ഇല്ലെങ്കിലും യുദ്ധം തുടരുകയാണ്. ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ വലിയ ന്യൂസ് വാല്യൂ ആണ്. ഒന്നാം പേജിൽ മിക്കവാറും പത്രങ്ങളൊക്കെ വാർത്ത കൊടുത്തു എന്ന് മാത്രമല്ല ചില ടെലിവിഷൻ ചാനലുകാർ ഇത് യുക്രൈനിൽ പോയിട്ട് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തു. 2-3 ദിവസം ആളുകൾ ഇതൊക്കെ കണ്ടു. 3-4 ദിവസം ആയപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ബോറടിച്ചു. അപ്പോൾ ചാനലുകാർ ക്യാമറ അവിടെ നിന്ന് പിൻവലിച്ചു. അപ്പോൾ ഈ ഒരു പരിണതിയിലേക്ക് ഇപ്പോൾ പലസ്തീൻ യുദ്ധവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ചാനലുകാർ ചില പത്രങ്ങൾ ഇത് ഒരിക്കലും വിടില്ല, പിടിയാതെ നിൽക്കുക. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടുത്തെ ഐക്യദാർഢ്യക്കാർ മിക്കവാറുമൊക്കെ കൊടിയും ചുരുട്ടി വീട്ടിൽ പോയി എന്നുള്ളതാണ്. രാജ്മോഹൻ ഉണ്ണിത്താനാണ് വളരെ ശക്തമായിട്ട് ഹമാസിനെ പിന്തുണച്ച ഒരാൾ. ഇപ്പോൾ 2ാമത് പാർലമെൻറ്റിലേക്ക് ജയിച്ചു. ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത തിരഞ്ഞെടുപ്പുള്ളൂ എന്നുള്ളതുകൊണ്ട് ഉണ്ണിത്താൻ ചേട്ടൻ പോലും ഇപ്പോൾ പഴയ പോലെ ഉഷാറിലല്ല നിൽക്കുന്നത്. ബാക്കിയുള്ളവരാരും പറയാതിരിക്കാൻ ഭേദം. ഇപ്പോൾ CPM-കാർക്ക് പോലും ഹമാസിനെ കുറിച്ച് അല്ലെങ്കിൽ പാലസ്തീനെ കുറിച്ച് വലിയ ഉത്കണ്ഠയൊന്നുമില്ല. ആടിന് സംക്രാന്തിക്കും DYFI-കാർ അല്ലെങ്കിൽ SFI-കാർ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ അവതരിപ്പിക്കും എന്നല്ലാതെ സഖാക്കന്മാർക്കും ഇപ്പോൾ ഇതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ ഒരു പ്രധാന കാരണം ഇവിടെ നടന്ന ഹമാസ് ഐക്യദാർഢ്യ റാലികളാണ് എന്ന് പാർട്ടിയുടെ ഈ തെറ്റുതിരുത്തൽ രേഖയിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തെറ്റുകൾ പലതും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരുത്താനാവാത്ത തെറ്റാണ് ഇപ്പോഴും പാലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.